മീൻ കച്ചവടക്കാരനായ ഹമീദിന് 7 പെൺമക്കളായിരുന്നു. കാര്യം ഹമീദിന് മീൻ കച്ചവടക്കായിരുന്നെങ്കിലും തന്റെ 7 പെൺമക്കളെ ഹമീദ് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്തു, പൊന്നും മുതലും കൊടുത്ത് കെട്ടിച്ചു വിടുകയും ചെയ്തിരുന്നു. 7 പെൺമക്കളിൽ ഏറ്റവും കൂടുതൽ ഹമീദിന് ഇഷ്ടം ചെറിയ മോള് സാബിറാനോടാണ്. കൂട്ടത്തിൽ ഇളയ മോളായതുകൊണ്ട് തന്നെ സാബിറാനോട് വലിയ പൊന്നാരായിരുന്നു ഹമീദിന്. പഠിത്തൊക്കെ കഴിഞ്ഞ് 10-20 വയസ്സായപ്പോ സാബിറാനെ കെട്ടിച്ചു വിട്ടു. സാബിറാന്റെ കല്യാണ സമയം മറ്റു മക്കളെക്കാളൊക്കെ കൂടുതൽ വിഷമമുണ്ടായിരുന്നു ഹമീദിന്. വാപ്പാന്റെ പൊന്നാരക്കുട്ടിയല്ലേ, മോളെ നല്ല ഭാവിക്കാണല്ലോ ഇതൊക്കെയെന്ന് ആലോചിക്കുമ്പോ വിഷമം പതിയെ പതിയെ സന്തോഷമായിട്ട് മാറി. കല്യാണമൊക്കെ കഴിഞ്ഞ് മാസം 2-3 ആയപ്പോഴേ സാബിറാക്ക് അവിടെ വലിയ സുഖമില്ല എന്നുള്ള കാര്യം ഹമീദിന് മനസ്സിലായി. അന്വേഷിച്ചപ്പോ അടുക്കള അത്ര പോരാന്നും ചെറുതായിട്ട് പൊട്ടലും ചീറ്റലൊക്കെ ഉള്ളതാന്നുള്ള കാര്യം മനസ്സിലായി. പ്രശ്നത്തിന്റെ തുടക്കം സാബിറാക്ക് മീൻ നന്നാക്കാൻ അറിയില്ല എന്നുള്ളതിലാണ്. മാത്രല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം നടന്ന ദിവസം കൂന്തൽ കിട്ടിയെന്നാണത്രേ. അന്ന് കൂന്തൽ നന്നാക്കുന്നതിനിടക്ക് അതിലെ മഷി പൊട്ടിയെന്നും പറഞ്ഞ് അന്ന് വലിയ ബഹളായിരുന്നു എന്നറിഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഹമീദിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഹമീദിന്റെ കൂട്ടത്തിൽ മീൻ വിൽക്കാൻ പോകുന്ന ആൾക്കാരോട് ഹമീദ് കാര്യം പറഞ്ഞു. അവരാണ് പറഞ്ഞത് മീനുകളൊക്കെ അച്ചാറിട്ട് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് വാങ്ങിച്ച് ഓളെ അമ്മായിമ്മക്ക് കൊണ്ടു കൊടുക്കുക എന്നുള്ള കാര്യം. അന്ന് മോളെ വിശേഷം അറിയാനേ മോളെ വീട്ടിലേക്ക് പോണ കൂട്ടത്തില് ഹമീദ് കുറച്ച് കൂന്തലച്ചാർ വാങ്ങിച്ചു കൊണ്ടുപോയി. ആ അച്ചാർ കമ്പനിയുടെ പരസ്യം തന്നെ നല്ല രുചി സ്നേഹബന്ധങ്ങളെ നിലനിർത്തുന്ന. പിന്നീട് മോൾക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല.